തിയോഡേഷ്യസ് അച്ഛന്റെ നാക്കുപിഴയോ? മന്ത്രി അബ്ദുറഹ്മാനും റിയാസും മനഃപൂർവ്വം പറഞ്ഞതോ? കൂടുതൽ വർഗീയത. ഇതര മതസ്ഥരെയും അവരുടെ വിശ്വാസങ്ങളെയും ഹീനമായി കളിയാക്കിയിട്ടും ഒരു സാമൂഹ്യ മര്യാദയുടെ പേരിൽ പോലും ഖേദമറിയിക്കാൻ പോലും മെനക്കെടാതെ ഇന്നും തൻപൊരിമ കാട്ടി നടക്കുന്ന ചില ഉസ്താദുമാരുടെ മുന്നിൽ ഫാദർ തിയോഡോഷ്യസ് ഉയർത്തിക്കാട്ടിയത് തന്റെ അന്തസ്സും ആഭിജാത്യവുമാണ്. മന്ത്രി അബ്ദുറഹ്മാനെ കുറിച്ച് നടത്തിയ പരാമർശത്തെ കുറിച്ച് വൈകാതെ തന്നെ അച്ഛൻ മാപ്പ് പറഞ്ഞ് പരാമർശം പിൻവലിക്കുകയും ചെയ്തു. മാത്രമല്ല, വിവാദം അവസാനിപ്പിക്കണമെന്ന് അതിരൂപത അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ടും അത് ഉൾക്കൊള്ളാതെ വർഗീയ ധ്രുവീകരണത്തിലൂടെ കലാപത്തിന് ശ്രമിച്ചെന്ന് കാട്ടി FIR ഇട്ട് കേസെടുത്തിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇനിയുള്ള കാലത്ത് എല്ലാവരോടും സർക്കാർ ഇതേ നിലപാടുകൾ തന്നെ ആവർത്തിക്കുമെന്ന് കരുതട്ടെ. ഇത്തരം പരാമർശങ്ങളിൽ നിയമപരമായ നടപടികൾ എന്താണോ അങ്ങനെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ. പക്ഷേ ഫാദറിനുണ്ടായ നാക്കുപിഴയെ അംഗീകരിക്കാനാകാതെ മാപ്പൊക്കെ മടക്കി പോക്കറ്റിലിട്ടാൽ മതിയെന്നും തന്നെ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ച ആളുടെ പേരിന്റെ അർത്ഥവും അത് തന്നെയാണെന്നും അതറിയാൻ ഗൂഗിളിൽ പരതണമെന്നും നാവിന് എല്ലില്ലെന്ന് വെച്ച് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിട്ട് സന്ധ്യയാകുമ്പോൾ മാപ്പെഴുതിയാൽ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കില്ല എന്നും പ്രതികരിച്ച മന്ത്രി അബ്ദുറഹ്മാന്റെ പരാമർശം അങ്ങേയറ്റത്തെ അഹങ്കാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിയോഡേഷ്യസ് ഡിക്രൂസ് എന്ന യവന ലത്തീൻ മൂലപദങ്ങൾ നൽകുന്ന അർത്ഥം ദൈവത്തിന്റെ ദാനമെന്നും കുരിശിന്റെ എന്നുമാണ്. തിയോസ് എന്ന ഗ്രീക്ക് പദത്തിന് ലഭിക്കുന്നത് ദൈവം എന്ന അർത്ഥം. ഒരു യൂണിവേഴ്സൽ ഡിവൈൻ കൺസെപ്റ്റിന്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ ഏത് മതസ്ഥർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക്. ഇംഗ്ലീഷിലെ ഗോഡ് എന്ന വാക്കിനും മലയാളത്തിലെ ദൈവം എന്ന വാക്കിനും നിഷ്കർഷിച്ചിരിക്കുന്നത് ഇതേ അർത്ഥം തന്നെയാണ്. എന്നാൽ കുരിശ് എന്ന വാക്കായിരിക്കാം തീവ്രവാദ സ്വഭാവമുള്ളതായി അബ്ദുറഹ്മാൻ കാണുന്നത്. അങ്ങനെയെങ്കിൽ അബ്ദുറഹ്മാനും ക്രൈസ്തവ വിശ്വാസത്തെ മൊത്തത്തിൽ അവഹേളിച്ചിരിക്കുകയല്ലേ ചെയ്തത്? തിയോ അച്ഛന് അബദ്ധത്തിൽ സംഭവിച്ച നാക്കുപിഴയ്ക്ക് ബദലായി സുബോധത്തോടും ദുരുദ്ദേശത്തോടും കൂടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി പ്രതികരിച്ചത് അഹങ്കാരവും അക്ഷന്ത്യവുമല്ലേ? എന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആർക്കും ഒന്നും പറയാനില്ല. സമരക്കാർ തങ്ങളുടെ അല്ലാത്ത മറ്റു മതക്കാരുടെ വീടുകൾ ആക്രമിക്കുന്നു എന്നും മതസ്പർദ്ധ വളർത്തുന്നു എന്നും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ്. എന്നിട്ടും പ്രതികരണമില്ല. ജനസമക്ഷത്തിൽ നിന്നും പ്രവർത്തിക്കുന്നവർക്ക് വരുന്ന നാക്കുപിഴകൾ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്നാൽ താൻ പിടിച്ച മൊയലിന് 3 കൊമ്പെന്ന ഭാവത്തിൽ പലരും അതിൽ കടിച്ചു തൂങ്ങി വീണെടുത്ത് കിടന്ന് ഉരുളുമ്പോൾ അതിന് മെനക്കെടാതെ ആ പരാമർശം പിൻവലിക്കാനും പരാമർശത്തിൽ ഖേദമറിയിക്കാനും തിയോ അച്ഛൻ തയ്യാറായത് അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധവും വ്യക്തിത്വവും കൊണ്ട് തന്നെയല്ലേ? അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ സങ്കുചിതമായിരിക്കാം കേരളത്തിലെ ഫിഷറീസ് മന്ത്രിയുടെ മനസ്സ്. ഈ വിഷയം ഉപയോഗിച്ച് ഇസ്ലാം ജനവിഭാഗത്തെ വർഗീയമായി ക്രൈസ്തവർക്കെതിരെ തിരിച്ചുവിടാൻ ഇസ്ലാം നാമധാരി കൂടിയായ പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ റിയാസും അതേ വർഗീയ കാഴ്ചപ്പാടോടെ തന്നെയാണ് പ്രതികരിച്ചത്. അയാൾ വികാരത്തോടെ കോവിഡ് വന്നയാൾ വൈറസ് പരത്തിയിട്ട് പിന്നെ മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാണ് പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ ഇനി ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വൈറസ് വ്യാപനം നടത്തിയിട്ടുള്ളത് ഇവരുടെയൊക്കെ കയ്യാളായ KT ജലീൽ തന്നെയാണ് എന്ന കാര്യം മറക്കരുത്. പാലാ ബിഷപ്പിനോട് സർക്കാർ കാട്ടിയ അഴകൊഴമ്പൻ നയം പാതിരിമാർക്ക് വളമായെന്നും ക്രിസംഗി നേതാവ് തിയോഡോഷ്യസ് ലക്ഷണമൊത്ത വർഗീയവാദിയാണെന്നുമാണ് മുൻ മന്ത്രിയും പിണറായിയുടെ ജിഹ്വയുമായ ജലീൽ പ്രതികരിച്ചത്. നിരോധിത തീവ്രവാദ സംഘടനയായിരുന്ന സിമിയുടെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. തന്നിലുള്ള വർഗീയത തികട്ടി വന്ന് പാകിസ്ഥാനെ സുഖിപ്പിക്കാൻ ആസാദി കാശ്മീർ പരാമർശം നടത്തിയിട്ട് സന്ധ്യയായപ്പോൾ ഇൻവേർട്ടഡ് കോമയുടെ അർത്ഥം മനസ്സിലാകാത്തവരോട് സഹതാപം രേഖപ്പെടുത്തി പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞതും അങ്ങനെ എത്രയെത്ര വർഗീയ വൈറസ് ജലീൽ പരത്തി എന്ന് മന്ത്രി റിയാസ് അന്വേഷിക്കണം. ക്രൈസ്തവരുടെ ദൈവമായ യേശു ക്രിസ്തുവിനെ പിഴച്ചു പെറ്റവനെന്ന് അവഹേളിച്ചിട്ടും ഒരു ഖേദപ്രകടനം പോലും നടത്താതെ നടക്കുന്ന വസീം അൽ ഹിക്കാമി നിരന്തരമായി അന്യമതസ്ഥരുടെ വിശ്വാസങ്ങളെയും
ദൈവങ്ങളെയും അവഹേളിച്ചിട്ട് സാമൂഹ്യ മര്യാദയുടെ പേരിൽ പോലും ഖേദപ്രകടനം നടത്താത്ത നിരവധി ഉസ്താദുമാരും ഇപ്പോൾ ഇസ്ലാമിലുണ്ട്. ഏതായാലും നിയമവും കേസും അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, നാക്കുപിഴയായി ഒരു പരാമർശം നടത്തിയ തിയോഡോഷ്യസ് അച്ഛനല്ല, മനഃപൂർവ്വം വർഗീയത വിളമ്പിയ മന്ത്രി അബ്ദുറഹ്മാനും മന്ത്രി റിയാസുമാണ് കൂടുതൽ കുറ്റക്കാർ.